ഓൾറൈറ്റ് ലെറ്റ്സ് ഗോ. ഇതെന്താ ഇത്? ചിപ്സാ? ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ വളയൊക്കെ ഓർഗനൈസ് ചെയ്യും. നോ, ഐ എം ജസ്റ്റ് കിഡിങ്. വളയൊക്കെ നമ്മൾ ഓൾറെഡി ഓർഗനൈസ് ചെയ്തു. കമ്മൽ കമ്മൽ ഓർഗനൈസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അധികം കമ്മലൊന്നുമില്ല, കയ്യിലെണ്ണാവുന്ന അത്രേ ഉള്ളൂ. പക്ഷെ ഉള്ളതൊക്കെ നമുക്കൊന്ന് അരിച്ചു പെറുക്കി നീറ്റായിട്ട് വെക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് അപ്പം എൻ്റെ കയ്യിലെണ്ണാവുന്നുള്ള അത്രയും ഇയറിങ്സ് 3 ട്രേയിലാക്കി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പഴയ ഇയറിങ്സ് ആണ്. ഇനി പുതിയ ഇയറിങ്സ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആമസോണിൽ നിന്ന് ഈ കാണുന്ന സാധനം ഞാൻ വാങ്ങിച്ചത്. തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇതൊന്നും ഇവർക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് തന്നോടാ. എനിവേ, ആവശ്യം നമ്മുടെ ആണല്ലോ, അപ്പം നമുക്കിത് ആദ്യം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ആദ്യം തന്നെ ഒരു ഇയറിങ് നമുക്ക് ഇതിനകത്ത് വെച്ച് നോക്കാം. ഷോ, എന്ത് ഫ്രിട്ടി ഇയറിങ്! എക്സ്ക്യൂസ് മീ, ഫിറ്റ് ആവുന്നില്ല. വേറെ ബോക്സസ് വാങ്ങിച്ചിട്ട് അതിനകത്ത് ട്രൈ ചെയ്യാം. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഞാൻ ഇയറിങ്സ് ഇതുവരെ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ബട്ട് ഏകദേശം ഒരു 150 എണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നമ്മൾ ഒരു ഓളത്തിന് വേണ്ടിയിട്ട് എപ്പോഴും 1,00,000 എന്നേ പറയുള്ളൂ. അതാണ് എൻ്റെ ഫേവററ്റ് ത്രില്ല് നമ്പർ. സെക്കൻഡ് കണ്ടെയ്നർ ഡൺ. ഇനി ദേ പുതിയ കണ്ടെയ്നർ നമുക്ക് ഫൈനലി ഫില്ല് ചെയ്യാം. ഇതിനകത്ത് കുറച്ചും കൂടെ സ്മോളർ ഇയറിങ്സേ ഫിറ്റ് ആവുന്നുള്ളൂ. സോ ആരെങ്കിലും ഈ ഓർഗനൈസർ ആമസോണിൽ നിന്ന് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ വലിയ ജുംക, എത്നിക് ഇന്ത്യൻ ഇയറിങ്സ്, ഈവൻ ബിഗ് ഹൂപ്സ്, ദ നോട്ട് ഗോയിങ് ടു ഫിറ്റ് ഇൻ. ഡെയിലി വെയർ സ്റ്റഡ്സ് ടു മീഡിയം സൈസ് ഇയറിങ്സ് മാത്രമേ ഇതിനകത്ത് ഫിറ്റ് ആവുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം നമുക്ക് ആ ഇൻഡിവിജ്വൽ സ്ലോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഒപ്പിക്കാൻ, ബട്ട് ഇറ്റ് സ്റ്റിൽ നോട്ട് ഓൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഞാൻ ചത്ത്. അടുത്ത റീലിൽ കാണാം. ആദാബ്, നമസ്തേ, ബൈ.